ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് കടലയും ഗ്രീൻ പീസും ഒക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ പിടിക്കുമല്ലോ എന്ന് അറിയാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നട്ടത് ഇത്ര ആയതാണല്ലോ ഇതിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇത് നടുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നല്ലതുപോലെ മണ്ണ് ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് ഇത്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കാം. ഞാനിതിപ്പം കറിക്ക് വെക്കാൻ എടുത്തത് കുതിർന്ന് കിടന്നപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി എടുത്തതാണിത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് പിടിക്കുമല്ലോ എന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. ഇത് തന്നെയല്ല, ഇതിൻ്റെയൊക്കെ ഇലകളും വളർച്ചകളും ഒക്കെ നമ്മുടെ മക്കൾക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കടല നടുന്നതിന് നമുക്കിങ്ങനെ ഒരു ചാല് ഉണ്ടാക്കി കൊടുക്കാം. അടുത്തടുത്തിരുന്നോട്ടെ, അല്ലാതെ വളർന്ന് വരുമ്പോൾ ഇത് കാറ്റത്ത് മറിഞ്ഞു പോയാലോ. അടുത്തടുത്തിരുന്നോട്ടെ. ഈ ചാലിനകത്തോട്ട് നമുക്ക് നല്ല ഇത് കുതിർത്ത് വെച്ചിരിക്കുകയാണ് കടല. നമുക്ക് നട്ടു കൊടുക്കാം. ഇതിൻ്റെ ഈ മുനഭാഗം മേലോട്ടിരുന്നോട്ടെ. അടുപ്പിച്ചങ്ങ് നട്ടിരുന്നാൽ മതി. ഇങ്ങനെ അങ്ങ് വെതറി കൊടുത്തിരുന്നാലും മതി കേട്ടോ. ഓരോന്നും നമ്മൾ കാത്തു കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി ഒരു ചാലുണ്ടാക്കുമ്പോൾ അടുത്തതങ്ങ് കവർ ചെയ്തോളും. എല്ലാം നട്ട് കഴിഞ്ഞു. മണ്ണടുപ്പിച്ചിട്ട് കൊടുക്കാം. മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അടിയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിരുന്നാൽ മതി. കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കുതിർന്നത് കേട്ടോ. ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, തളിച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇതൊക്കെ ഞങ്ങൾ പിടിപ്പിച്ചിട്ടുള്ളതായിട്ടത്. അപ്പം നമ്മൾ നട്ട കടലയുണ്ടല്ലോ ഇത്രയൊക്കെ ആയി. അപ്പം നല്ല രസമാണ് നിൽക്കുന്ന കാണാനായിട്ട്. ഇത് കാറ്റത്തൊക്കെ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം വൃശ്ചിക മാസമൊക്കെ ആയതുകൊണ്ടേ, വൃശ്ചികം ധനുമാസത്തിലൊക്കെ നട്ട ഇങ്ങനെ മണ്ണൊക്കെ നല്ലതുപോലെ ഇങ്ങനെ അടുപ്പിച്ചു. നമ്മൾ കുറേയൊന്നും നടന്നില്ല, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടു നോക്കിയത് നല്ലതുപോലെയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ അപ്പം കിളിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം മണ്ണിങ്ങനെ നല്ലതുപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ ഇത് കാറ്റത്ത് വീഴാതിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഈ ചാലിനകത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ മൂടൊക്കെ ഒന്ന് ഉറപ്പിച്ച്, ഇപ്പോൾ നോർത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇല പിച്ചിട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പിന്നെ കറികൾക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് കായൊക്കെ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളിത് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയ സമയത്ത് കുറേ നാളൊക്കെ കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ മട്ടറും കടലെല്ലാം നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലതുപോലെ കായൊക്കെ പിടിക്കുകയും ചെയ്തു അതിനകത്ത്. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ ഇച്ചിരി വളമൊക്കെ, അപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇച്ചിരി വളവും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് തന്നെ മൂടൊക്കെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം. എൻ്റെ കാ പിടിക്കുന്നതും കൂടെ കാണിക്കാമേ. ഇത് നമ്മുടെ ഗ്രീൻ പീസാണ്, അഥവാ മട്ടർ. അപ്പം മട്ടറും കടലയൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങ് കഴിക്കുന്നതെന്നല്ലാതെ എങ്ങനെ അത് പിടിക്കുന്നതെന്നും
ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് എന്തുവാന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ ഇതാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സാധനം കിളിച്ചു വന്നത്. ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാണോ ഗ്രീൻ പീസ് ഇരിക്കുന്നത്? അതിൻ്റെ ഇലയൊക്കെ ഇത് കണ്ടില്ലേ, എന്തോ ഷേപ്പൊക്കെയാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലയെന്നും ഇതാണ് ഇങ്ങനെയാണ് വളരുന്നതെന്നും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ഇതിനകത്തുനിന്ന് കായൊന്നും പിടിച്ച് നമുക്കിപ്പം ഡെയിലി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചൊന്നുമല്ലേ കാണിക്കുന്നത്. ഒരു പരീക്ഷണം, ഒരു നിരീക്ഷണം, അത്ര തന്നെ. അപ്പോൾ ഇതിനും അധികം വളമൊന്നും കൊടുക്കാതെ ഇപ്പം തറയൊക്കെ ഒന്ന് കുത്തിക്കളച്ചിട്ട് സ്വല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഇത്രയൊക്കെ വളർന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. ഇതിലെന്തെങ്കിലും സംഭവിക്കുമല്ലോ നമുക്കറിയണമല്ലോ. മട്ടറൊക്കെ പിടിച്ചാൽ നല്ലതല്ലേ, നമുക്ക് പുലാവൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് ഇടാം, കറി ഉണ്ടാക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. അതിനകത്തൊന്നും വലുതായിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. എങ്കിൽ തന്നെയും ഇത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷം. കുറച്ചൊക്കെ നടുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളേ. അപ്പം കുറേയൊക്കെ നടുവാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നല്ലതുപോലെ വളമൊക്കെ കൊടുത്തിട്ട് ഇച്ചിരി ആഴത്തിൽ ഒരു അര വിരലിൻ്റെ വലുപ്പത്തിൽ കൈ താഴ്ത്തി വേണം ഇതിൻ്റെ അരി കുഴിച്ചിടാനായിട്ട്. നമുക്ക് ഈ ചാലിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം മണ്ണ് അതിൻ്റെ മൂട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുകയും ചെയ്യും. എന്താ ഷേപ്പുകളൊക്കെ ഓരോ ഇലയ്ക്കും ഓരോ ചെടിയുടെ പൂവിനും എന്താ നിറവും ഷേപ്പുകളും. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അവർക്ക് ഒരിക്കലും കിട്ടാത്ത ഓരോ അനുഭവങ്ങളായിരിക്കും ഇത് കിട്ടുന്നത്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അറിവുകളാണ് ഇവിടെ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ മക്കളെയും കൂടെ ഇതൊക്കെ ഒന്ന് കാണാനും ഇതിനകത്തൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും ഒക്കെ അവരെയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കുറേ നേരം വേണ്ട, അവർ പഠിത്തമൊന്നും കളഞ്ഞിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കും വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ കാണുമ്പോൾ എൻ്റെ മെറിനാണെങ്കിൽ പോലും ഭയങ്കര അതിശയമാണ്. അയ്യോ, ഇതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇതിൻ്റെ പൂ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു അതിശയമാണ് പിള്ളേർക്കൊക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന എന്തും ഇതേപോലെ ഒന്ന് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം. ഇതിങ്ങനെയാണ് വളരുന്നതെന്നും ഇതിൻ്റെ എവിടെയാണ് കാ പിടിക്കുന്നതെന്നും ഇത് പൂവിൻ്റെ നിറം എന്തുവാണെന്നും ഒക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് പിടിച്ചിട്ടേ നമുക്ക് കറി ഉണ്ടാക്കാൻ സാധനം ഉണ്ടാകുമെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഞാനില്ലല്ലോ. എല്ലാത്തിനും നമുക്ക് ഇതേപോലെ ഇച്ചിരി മണ്ണ് അടുപ്പിച്ചിട്ട് കൊടുക്കാമേ. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു വൃത്തി വേണ്ടേ. ഇനി കൃഷിയാണെങ്കിലും വീട്ടിനകത്താണെങ്കിലും എന്തോ ചെയ്താലും ഒരു വൃത്തി വേണം. അത് ഞാൻ നല്ല ലൈനായിട്ടൊക്കെയാണ് നട്ടിരിക്കുന്നത്. അതല്ലേ എന്തായാലും പിടിച്ചില്ല പോലെ വൃത്തിക്ക് പിടിക്കുന്നെങ്കിൽ വൃത്തിക്ക് വരട്ടെ എന്നായിരുന്നു. എൻ്റെ ബാക്കി വളർച്ചയും കൂടെ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിയുടെ കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കളെയൊക്കെ ഈ കൃഷി രീതികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അവരെയും കൂടെ ഇതിനകത്തൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.